പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ ഉണ്ടാകാതിരിക്കട്ടെ. ഇന്ന് നമ്മൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്കാണ് കോപിക്കുക അല്ലെങ്കിൽ ദേഷ്യം വരിക. എൻ്റെ 24 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛാ, ദേഷ്യത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ 19-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം എന്നുള്ളതാണ്. കോപിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുഖം ചുവന്നു തുടുക്കുന്നു, ശബ്ദമുയരുന്നു, നമുക്ക് ദേഷ്യം വരുന്നു. ഇനി അത് ബാഹ്യമായിട്ട് ആയാല് അക്രമാസക്തം വരെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. എങ്ങനെ നമ്മുടെ കോപം ഇല്ലാതാക്കാമെന്ന് ചോദിച്ചാൽ, അതിജീവിക്കാമെന്ന് ചോദിച്ചാൽ, ആധുനിക ശാസ്ത്രം പറയുന്നത് സൈലൻസ്, നിശബ്ദത എന്നുള്ള ആ വലിയ തത്വമാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. സുഭാഷിതങ്ങൾ 14:17 പറയുന്നത് ഇപ്രകാരമാണ്: കോപിക്കുന്നവൻ ക്ഷിപ്രകോപി ബുദ്ധിഹീനമായിട്ട് പ്രവർത്തിക്കുന്നു, ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. നമ്മുടെ ദേഷ്യത്തെ അതിജീവിക്കാനായിട്ടുള്ള മറ്റൊരു ഉപാധി ടൈം ഔട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക എന്നുള്ളതാണ്. സുഭാഷിതങ്ങൾ 15:18 നമ്മളെപ്പോഴും മനഃപ്പാടമാക്കേണ്ടതാണ്. മുൻകോപി കലഹമിളക്കി വിടുന്നു, ക്ഷമാശീലൻ അതിനെ തണുപ്പിക്കുന്നു. കോപം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതും അത് തന്നെയാണ്. അനുദിന ജീവിതത്തിൽ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒരു നിമിഷം നമ്മൾക്ക് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കോപത്തെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നാണ് സുഭാഷിതങ്ങൾ 16:32 പറയുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.